നിതിൻ, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ഒരു വാർത്ത, മുൻ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു എന്നാണ്. ഇപ്പോൾ ഇതുവരെയും ഈ വാർത്ത അപ്ഡേറ്റ് ചെയ്യുന്നവർ തന്നെ പറയുമായിരുന്നത് കടകംപള്ളിയുടെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കെതിരെ കേസ് വരും എന്ന രീതിയിലൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അദ്ദേഹത്തിന്റെ പേര് പറയുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ? ഒരു സംശയവുമില്ല. നമ്മൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നു ഈ കേസിനകത്ത് ഉന്നതരുടെ ചോദ്യം ചെയ്യലും അറസ്റ്റും ഉണ്ടാകുമെന്ന്. ഇപ്പോൾ കൃത്യമായ വിവരം വന്നിരിക്കുന്നു. മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാറും വാസു അടക്കമുള്ള പ്രതിപട്ടികയിൽ നിന്ന് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചപ്പോൾ എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാതിരുന്നത് എന്നൊരു ചോദ്യം നേരത്തെ തന്നെ കേരളം നിരന്തരം ഉന്നയിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ CPM-ന് കഴിഞ്ഞിരുന്നില്ല. അല്ലെങ്കിൽ CPM കടകംപള്ളിയെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു സ്വീകരിച്ചത്. കടകംപള്ളി സുരേന്ദ്രൻ പലരോടും പറഞ്ഞിരുന്ന ഞാൻ ഈ കേസിനകത്ത് ഒരു ബന്ധവും തനിക്കില്ല, ഈ കേസിനകത്തേക്ക് തന്നെ വലിച്ചിഴക്കരുത്, താൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ഇത്തരത്തിലൊരു കൊള്ള നടന്ന താൻ അറിഞ്ഞിട്ടില്ല എന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ച കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കടകംപള്ളി സുരേന്ദ്രനെയും അതോടൊപ്പം തന്നെ PS പ്രശാന്തിനെയും ഈ ഒരു മാസം മുമ്പ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം കൂട്ടിച്ചേർത്തോട്ടെ, ഈ ആരോപണങ്ങൾ വരുമ്പോൾ PS പ്രശാന്തിന്റെ ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു. അതായത് ഇതിൽ പ്രത്യേക അന്വേഷണമൊന്നും ആവശ്യമില്ല, ഇത് വെറും ഒരു ആരോപണം മാത്രമാണ്, സ്വർണ്ണക്കൊള്ള എന്നൊരു വിഷയമേ അവിടെ ഉണ്ടായിട്ടില്ല, ഈ അന്വേഷണം പോലും വേണ്ടാത്തതാണ് എന്നായിരുന്നു ഈ PS പ്രശാന്ത് പറഞ്ഞത്. അത് ഓർക്കുന്നുണ്ടോ? തീർച്ചയായും PS പ്രശാന്ത് അങ്ങനെ പറയണമെങ്കിൽ PS പ്രശാന്തിനെ അറിയാമായിരുന്നു കൃത്യമായ അന്വേഷണം നടത്തിയാൽ ആരെല്ലാം ഇതിനകത്ത് കുടുങ്ങുമെന്ന്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത്തരത്തിൽ ഒരു പ്രസ്താവന മാധ്യമങ്ങൾക്ക് മുമ്പാകെ നടത്തിയത്. ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്ന നിർണായകമായ വാർത്തയാണ് കടകംപള്ളി സുരേന്ദ്രനെയും PS പ്രശാന്തിനെയും ചോദ്യം ചെയ്ത് വിട്ടയച്ചത്. ലഭ്യമാകുന്ന വിവരമനുസരിച്ച് അവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ ഹാജരാകണമെന്ന ഉപാധിയുടെ അടിസ്ഥാനത്തിലാണ് അവരെ വിട്ടയച്ചത്. കാരണം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൃത്യമായ തെളിവുകൾ ലഭ്യമാകണം. അത് ഇപ്പോൾ ഇന്നലെ ഈ അറസ്റ്റിലായ വിജയകുമാറിനെ ഇനിയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്, വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടതുണ്ട്, പത്മകുമാറിന് ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ്, പത്മകുമാറിനെ ചോദ്യം ചെയ്യും, മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യും, ശ്രീകുമാറിനെ ചോദ്യം ചെയ്യും, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്യും. ഇത്തരത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ ഉന്നതരിലേക്ക് ഈ കേസ് അന്വേഷണം എത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുമാത്രമല്ല, ഈ അന്വേഷണ സംഘം വിപുലീകരിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും അന്വേഷണ സംഘം വിപുലീകരിക്കാൻ ഹൈക്കോടതി അനുമതി നൽകുമെന്ന കാര്യത്തിൽ രണ്ടാമതൊന്നും സംശയിക്കേണ്ട കാര്യമില്ല. കാരണം വിപുലമായ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിലൂടെ മാത്രമേ ഈ കേസിന്റെ ചുരുളഴിക്കാൻ കഴിയുമെന്ന് കോടതിക്ക് കൃത്യമായ ബോധ്യമുണ്ടാകും. എടുത്തു പറയേണ്ട ഒരു കാര്യം, കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നത് കൊണ്ട് മാത്രമാണ് അന്വേഷണം കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തി നിൽക്കുന്നത്, അന്വേഷണം PS പ്രശാന്തിലേക്ക് എത്തി നിൽക്കുന്നത്. ഇനിയും ദേവസ്വം വകുപ്പ് മന്ത്രിമാരുണ്ട്, അതായത് K. രാധാകൃഷ്ണനുണ്ട്, VM വാസവനുണ്ട്. ദേവസ്വം മന്ത്രിയായിരിക്കെ മന്ത്രിസ്ഥാനം രാജിവെച്ച് ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ച K. രാധാകൃഷ്ണനുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന VN വാസവനുണ്ട്. CPM-ന്റെ നേതാക്കന്മാരുടെ നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്ന ദിവസമാണ് വരാനിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായകമായ അന്വേഷണം കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തി നിൽക്കുമ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം അത് ഇരുട്ടടിയാണ്, തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം കേരളം മുഴുവൻ ഞെട്ടിയ കിലോ കണക്കിന് സ്വർണം, അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ച് വിൽപ്പന നടത്തി വീതം വെച്ച് പണം ഓരോ നേതാക്കന്മാർക്കും പോക്കറ്റിലേക്ക് ആക്കിയിട്ടുണ്ടെന്ന് കേരളം ഇപ്പോൾ വിശ്വസിക്കുകയാണ്. CPM-ന്റെ പ്രവർത്തകരടക്കം വിശ്വസിക്കുകയാണ് തങ്ങളുടെ നേതാക്കന്മാർ കളവ് ചെയ്തിട്ടുണ്ടെന്ന്. ആ ഒരു പശ്ചാത്തലത്തിലാണ് കൃത്യമായ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ PS പ്രശാന്തിനെയും കടകംപള്ളി സുരേന്ദ്രനെയും ചോദ്യം ചെയ്ത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ചോദ്യം ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം, പാർട്ടിക്ക് ഇപ്പോഴും ന്യായീകരണം ഉണ്ടാവും. ചോദ്യം ചെയ്തു എന്ന് വെച്ചാൽ അവർ കുറ്റക്കാരാകണമെന്നില്ല, ഇനിയും തെളിവുകൾ പുറത്തു വരട്ടെ, അന്വേഷണം പൂർത്തിയാകട്ടെ എന്നായിരിക്കും പാർട്ടിക്ക് ഇക്കാര്യത്തിലും പറയാനുണ്ടാവുക. SIT ഈ ഒരു വിഷയം അന്വേഷിച്ച ഒരു രീതി വെച്ച് നോക്കുമ്പോൾ, ഈ ആരോപണങ്ങൾ വന്നതിന് ശേഷം അന്വേഷണം തുടങ്ങിയപ്പോഴും ഈ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന ചോദ്യമാണ്, എന്തുകൊണ്ട് ഈ ബന്ധപ്പെട്ടവരെ, അതായത് ദേവസ്വം ആൾക്കാരെയെല്ലാം അറസ്റ്റ് ചെയ്യാത്തതെന്ന് നേരത്തെ, അതായത് വാസുവിനെയും പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ വളരെ സമയമെടുത്തായിരുന്നു SIT ഇവരെ അറസ്റ്റ് ചെയ്തത്. അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് SIT കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ചോദ്യം ചെയ്യൽ പോലും നടത്തൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ കടകംപള്ളിയെയും PS പ്രശാന്തിനെയും ചോദ്യം ചെയ്യാൻ വിളിച്ചു എങ്കിൽ വെറുതെ ആരെങ്കിലും പറഞ്ഞതുകൊണ്ടോ വെറുതെ ആരോപണങ്ങളുടെ പുറത്തോ അല്ല ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കൃത്യമായ തെളിവുകളുടെ പ്രസൻസിലോട് തന്നെയായിരിക്കും SIT ഇവരെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുള്ളത് എന്നും പാർട്ടിക്ക് ഇവരെ സംരക്ഷിക്കാവുന്ന ആ ഒരു തരത്തിൽ നിന്നും കൈവിട്ടു പോകുന്നു എന്ന് തന്നെയാണ് കേരളം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും പാർട്ടിക്ക് ഇനി എത്ര കാലം ഈ കള്ളന്മാരെ സംരക്ഷിക്കും
സംരക്ഷിക്കാൻ കഴിയുമെന്ന ചോദ്യമാണ് വരുന്നത്. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് എന്ത് എന്ന ചോദ്യത്തിന് കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞാൽ അത് പരിശോധിച്ച ശേഷം നടപടിയെടുക്കാമെന്ന വിചിത്രവാദം പറഞ്ഞ CPM സംസ്ഥാന സെക്രട്ടറിയാണ് കേരളത്തിലുള്ളത്. പക്ഷേ കടകംപള്ളിയെ ചോദ്യം ചെയ്യുമ്പോൾ PS പ്രശാന്തിനെ മാറ്റി നിർത്താം. കാരണം ഒരു ദേവസ്വം ബോർഡ് മെമ്പർ മാത്രമാണ്. കടകംപള്ളിയെ CPMന്റെ സംസ്ഥാന നേതാവായ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുമ്പോൾ ആ ചോദ്യം ചെയ്യലിന്റെ ഉത്തരം നൽകേണ്ട ബാധ്യത കടകംപള്ളി സുരേന്ദ്രന് മാത്രമല്ല CPMന്റെ സംസ്ഥാന സെക്രട്ടറിക്കുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ ഒരു അംഗമായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. ദേവസ്വം വകുപ്പ് കേരളത്തിലെ ഏറ്റവും കൈയിട്ട് വാരാൻ നൽകുന്ന വകുപ്പ്, കേരളം കണ്ട ഏറ്റവും വലിയ കുംഭകോണങ്ങളിലൊന്നായ ശബരിമല കൊള്ള. പക്ഷേ ഇപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും എടുത്തു പറയാൻ സാധിക്കും, ശബരിമലയിൽ മാത്രമല്ല കൊള്ള നടത്തിയത്, ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ കൃത്യമായ ഓഡിറ്റിംഗ് നടത്തിയാൽ ഇതിലും ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പുറത്തു വരാനുണ്ട്. എന്തായാലും അത്തരം ഒരു അന്വേഷണത്തിലേക്ക് കോടതി കടക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. പക്ഷേ ഈ കേസിനകത്ത് നിർണായകമായ നടപടികളാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുണ്ടാകുന്നത്. പ്രത്യേക അന്വേഷണ സംഘം രാവ് പകലാക്കി തന്നെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, പ്രത്യേക അന്വേഷണ സംഘം കേരള ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണെങ്കിൽ പോലും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കേസ് അന്വേഷണം നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഉന്നതർക്ക് രക്ഷപ്പെടാതെ ചോദ്യം ചെയ്യൽ വരെ എത്തേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ടാകും. കാരണം കോടതിയുടെ പരാമർശമുണ്ടായാൽ ആ ഉദ്യോഗസ്ഥന്മാർക്ക് അത് ട്രാക്ക് റെക്കോർഡിനെ ബാധിക്കും, ഉദ്യോഗസ്ഥന്മാരുടെ പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അത് ബാധിക്കും. കോടതി ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടാൽ ആ ഉദ്യോഗസ്ഥന്മാരുടെ പണി പോകുന്ന തരത്തിലേക്ക് എത്തുമാകൊണ്ട് സ്വന്തം പണി പോയി മറ്റുള്ളവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് ആരും പോകില്ല, ഒരു ഉദ്യോഗസ്ഥനും പോകില്ല. അതുകൊണ്ട് തന്നെയാണ് ആഭ്യന്തര വകുപ്പിന്റെ കടിഞ്ഞാൻ ഈ ഉദ്യോഗസ്ഥരുടെ മേൽ നിന്ന് നഷ്ടമായിരിക്കുന്നു. കാരണം അവർക്ക് പറഞ്ഞ് അവർക്ക് ഇഷ്ടമുള്ള പ്രതികളെ, ഡമ്മി പ്രതികളെ ഹാജരാക്കി അവരെ ജയിലിലടച്ച് കേസിൽ നിന്ന് ഉന്നതരെ രക്ഷിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണുള്ളത്. കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നതാണ് CPMന് തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. CPM നേതാക്കന്മാരുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങി ആടുന്ന വാള് പോലെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം നിലനിൽക്കുന്നത്. നാളെ ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാം, നാളെ ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ പോലും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ അത്ഭുതപ്പെടാനില്ല. കേരളത്തിലെ CPMന്റെ കണ്ടകശനി മാറിയിട്ടില്ല. പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ പയ്യന്നൂരിലെ ക്ഷേത്രത്തിൽ പല ജോത്സ്യന്റെ അടുത്ത് പോയി ഹോമം നടത്തിയാലും ശരി, എന്ത് നടത്തിയാലും ശരി, പാർട്ടി സെക്രട്ടറിക്കും പാർട്ടിക്കും കണ്ടകശനിയാണ്. ആ കണ്ടകശനിയും അതോടൊപ്പം തന്നെ രാഹുവിന്റെ അപഹാരവും ഇതുവരെ മാറിയിട്ടില്ല എന്ന് കണ്ടകശനി കൊണ്ടേ പോകുമെന്നാണ്. അപ്പൊ ഇനി ദൈവതുല്യരായ പത്മകുമാർ പറഞ്ഞ ആ ദൈവതുല്യരാരാണെന്ന് കേരളം കാത്തിരിക്കുകയാണ്. തീർച്ചയായും.